വളരെ നല്ലൊരു വ്യത്യാസമാണ് നിങ്ങൾക്കിത് നമ്മൾ ഫിനിഷാക്കി വെച്ചേക്കുന്നതും പഴയതുമായിട്ട് കാണാൻ സാധിക്കുന്നത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബഫിംഗ് ആണ്. ഈ കാണുന്ന വണ്ടിയാണ് നമ്മളിന്ന് ബഫ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ബഫിംഗ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇതിനകത്ത് നമ്മൾ മെഷീനോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെ എങ്ങനെ ബഫ് ചെയ്യാം അതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഈ കാണുന്നതാണ് വണ്ടിയുടെ ആദ്യത്തെ കണ്ടീഷൻ. ഇനി ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം മാറ്റം വരുമെന്നുള്ളത് നോക്കാം. നമ്മൾ ഈ സൈഡ് കവറിലാണ് ഇതിൻ്റെ വ്യത്യാസം കറക്റ്റായിട്ട് കാണിക്കാൻ പോകുന്നത്. കുറച്ച് ഭാഗം ചെയ്ത് കാണിക്കും, അതും ചെയ്യാത്തതുമായിട്ടുള്ള വ്യത്യാസം കറക്റ്റായിട്ട് അന്നേരം മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്ന് നോക്കാം. ഈ കാണുന്നതാണ് ബഫിംഗ് സോപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ പെയിൻറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ കിട്ടും. പോളിഷ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളിൽ കിട്ടും. ഇത് നമ്മളിതിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ മെറ്റൽ യൂസ് ചെയ്യാവുന്ന ഏതൊക്കെ മെറ്റലിലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ, നിക്കൽ, അലൂമിനിയം അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 65-70 ആ റേഞ്ചിലാണ് വരുന്നത്. ഇത് ലോക്കലായിട്ട് വരുന്ന സാധനമാണ്. മിക്കവാറും ഉള്ള കടകളിലൊക്കെ നമുക്കിത് ലഭ്യമാണ്. ഇതാണ് ഇതിൻ്റെ പ്രധാന ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഇതാണ് ഈ പോളിഷിങ്ങിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് 2 എമിരി പേപ്പറുകളാണ്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ 1500-ൻ്റെ ഒരു പേപ്പർ. ഇത് കുറച്ച് പഴയതാണ്, എന്നാലും ഇതിൻ്റെ നമ്പർ കാണാൻ പറ്റും. 1500 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഒരെണ്ണം ആവശ്യമായിട്ടുള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് 2000-ൻ്റെ ഒരു പേപ്പർ. ഇത് രണ്ടാമത്തെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ കുറച്ച് മണ്ണെണ്ണ അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്റ്റ് ഏതെങ്കിലും. മണ്ണെണ്ണയാണ് ഏറ്റവും നല്ലത്. പിന്നെ കുറച്ച് കോട്ടൺ വേസ്റ്റും. അപ്പോൾ നമ്മൾ അല്പം കോട്ടൺ വേസ്റ്റ് മണ്ണെണ്ണയെ മുക്കി ആ സൈഡ് ചെയ്യേണ്ട സൈഡൊന്ന് ക്ലീൻ ചെയ്യുവാണ്. ആ പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ 1500-ൻ്റെ പേപ്പറാണ് ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത്. 1500-ൻ്റെ പേപ്പർ അല്പം മണ്ണെണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് പോറലൊന്നും വീഴാതിരിക്കാനാണ് അങ്ങനെ മണ്ണെണ്ണയ്ക്കകത്ത് മുക്കി നമ്മളത് റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കുറച്ച് നേരം റബ്ബ് ചെയ്ത് കഴിയുമ്പം അടുത്തതായിട്ട് നമ്മൾ 2000-ൻ്റെ പേപ്പർ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്തിൽ കറുത്ത പുള്ളി പാടുകൾ കാണും. ഇതെല്ലാം പോകുന്ന പോലെ നല്ലപോലെ ചെയ്യണം. ഇല്ലെങ്കിൽ അത് പിന്നെ നമ്മൾ പേസ്റ്റ് ഇട്ട് ഫിനിഷിങ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പേപ്പറിലിട്ട് പിടിക്കുമ്പോൾ തന്നെ അത് മാക്സിമം കളയാൻ നോക്കണം. ഇപ്പോൾ ഏകദേശം മെറ്റൽ തെളിഞ്ഞ് വരുന്നുണ്ട്. ഒരു കറുത്ത പാടുകളൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിൻ്റെ ഒരു തെളിച്ചമൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊരു ഏകദേശം 10 മിനിറ്റോളം ഉരച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം അതിൻ്റെ ഒരു ഫിനിഷിങ് വന്നിട്ടുണ്ട്. ഇനി 2000-ൻ്റെ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഫിനിഷിങ് കിട്ടുന്ന 2000-ൻ്റെ പേപ്പർ. നമ്മളിപ്പോൾ 2000-ൻ്റെ പേപ്പർ വെച്ചാണ് ഉരയ്ക്കുന്നത്.
അത് കുറച്ചുകൂടെ ഫിനിഷിങ് ആകും അന്നേരം. ഇപ്പോൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് കുറച്ച് കോട്ടൺ വേസ്റ്റ് വെച്ച് തുടയ്ക്കാം. ഇനിയാണ് ബഫിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. അതായത് ബഫിംഗ് സോപ്പ് ഉപയോഗിച്ച് ഫൈനൽ ഫിനിഷിങ്. അതിനായിട്ട് കോട്ടൺ വേസ്റ്റിലേക്ക് അല്പം മണ്ണെണ്ണ എടുക്കുക. ഈ വേസ്റ്റ് നമ്മൾ എന്നിട്ട് ഈ ബഫിംഗ് സോപ്പിലിട്ട് തൂക്കണം. ഇപ്പോൾ ഈ വേസ്റ്റിൽ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള സോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോപ്പ് ഉപയോഗിച്ചുള്ള ബഫിങ്ങിലേക്ക് കിടക്കുകയാണ്. ഇതുപോലെ നല്ലപോലെ റബ്ബ് ചെയ്യണം. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം കാണാം. വളരെ പെട്ടെന്നാണ് ഇത് പോളിഷായി വരുന്നത്. ഒരു കണ്ണാടി പോലെ തിളക്കമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ആവശ്യത്തിനുള്ള ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മളതൊരു കോട്ടൺ വേസ്റ്റ് വെച്ച് നല്ല നീറ്റായിട്ടുള്ളൊരു വേസ്റ്റ് വെച്ച് തുടയ്ക്കുകയാണ്. നമുക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ അതിൻ്റെ ഇമേജൊക്കെ നമുക്ക് ഒരു കണ്ണാടി പോലെ കാണാൻ പറ്റും അതിനകത്ത്. ഇനി ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ മാക്സിമം ഗ്ലോസി ഫിനിഷ് കൊണ്ടുവരികയാണ്. ഇതുപോലൊരു സാധാ ഒരു ന്യൂസ് പേപ്പർ ചുരുട്ടി ഉരയ്ക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് ഈ മാക്സിമം ഫിനിഷിങ് കിട്ടും. മാക്സിമം ഗ്ലോസി ഫിനിഷിങ് കിട്ടും. ഇത് വളരെ നല്ലൊരു ടെക്നിക്കാണ്. ഒരു മിറർ പോലെ തന്നെ നമുക്ക് ഫിനിഷിങ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതിനകത്ത് ഇമേജ് കാണാൻ സാധിക്കും. വളരെ നല്ലൊരു വ്യത്യാസമാണ് നിങ്ങൾക്കിത് നമ്മൾ ഫിനിഷാക്കി വെച്ചേക്കുന്നതും പഴയതുമായിട്ട് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ചെയ്തടം വന്നിട്ടുണ്ട്. ഇതുപോലെ ഇനിയും മറ്റു ഭാഗങ്ങളും ബഫ് ചെയ്യുകയാണ്.
ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ന്യൂട്രൽ ലിവർ ഒന്ന് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ സൈലൻസർ ചെയ്യാൻ നേരം ശ്രദ്ധിച്ചു കുറച്ച് തുരുമ്പ് അവിടെ ഇവിടെയൊക്കെ കണ്ടു. അതുകൊണ്ട് നമ്മൾ കുറച്ച് WD-40 അടിച്ച് അതൊന്ന് ഫിനിഷ് ആക്കുവാണ്. ആ തുരുമ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ട് WD-40 വെച്ച് തന്നെ നമ്മൾ ആ പേസ്റ്റ്, അതായത് സോപ്പ് ഉപയോഗിച്ച് ബഫ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ മണ്ണെണ്ണ ഉപയോഗിച്ച പോലെ തന്നെ WD-40 ഉപയോഗിച്ച് ആ സോപ്പിൽ തേച്ച് അത് വെച്ച് ബഫ് ചെയ്യാൻ പോവാണ്. അതാകുമ്പോൾ ആ തുരുമ്പ് അതിൻ്റെ കൂടെ അങ്ങ് പൊക്കോളും നമ്മൾ ആ പോളിഷ് ചെയ്യുന്ന സമയത്ത്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ രീതി തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് ഫിനിഷിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബഫിംഗ് പരിപാടി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിവിടെ കാണാം, പഴയതുമായിട്ടുള്ള വ്യത്യാസം ഇപ്പോൾ ഇവിടെ കാണാം. വളരെ നല്ല ക്ലീനായി ഫിനിഷ് ആയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡും നോക്കാം, സൈലൻസറൊക്കെ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. സൈഡ് കവറുകളെല്ലാം നല്ല മനോഹരമായിട്ടുണ്ട് ഇപ്പം.